अथ योगानुशासनं योगश्चित्तवृत्तिनिरोधः तदा द्रष्टुः स्वरूपेव स्थानं वृत्तिसारूप्यमितरत्र. ഈ വൃത്തി, ഈ ചിത്തത്തിന്റെ വൃത്തി, അത് ചിത്തത്തിന്റെ ഭക്ഷണം, അത് ജീവിക്കാനുള്ള മാർഗമാണ് അതിന്. അതുകൊണ്ട് ജീവിത വൃത്തി എന്നൊക്കെ, നിത്യവൃത്തി എന്നൊക്കെ നമ്മൾ പറയല്ലേ, അതുപോലെ ഈ ചിത്തം ആ വൃത്തി ഇല്ലെങ്കിൽ ജീവിക്കില്ല. അത് ചലനെന്നും ഒക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ചിത്തത്തിന് നടക്കുന്ന എല്ലാ ചലനങ്ങളും ചിന്തകളും വികാരങ്ങളും ഒക്കെ തന്നെ വൃത്തികളാണ്. ഈ വൃത്തികളെ നമ്മൾ സാധാരണ നിലക്ക് തന്നെ നിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ ഒരാളോട് സംസാരിക്കുന്നു എന്ന് വിചാരിക്കാം. രണ്ടാളും കൂടി നമുക്കൊരു അവർ പറയും, ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യമാണോ എന്നാൽ നമുക്ക് കുറച്ച് മാറിയിരുന്ന് സംസാരിക്കാന്ന് പറയും. മാറിയിരുന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് ബാക്കിയുള്ള ഈ മറ്റുള്ള ശബ്ദങ്ങളുടെ ആ വൃത്തികൾ കയർന്നു കൂടാതിരിക്കാനാണ്. ആ വൃത്തികളെയൊക്കെ പുറത്താക്കി എന്നിട്ട് നമ്മുടെ ഈ രണ്ടാളും കൂടി ഇരിക്കുന്ന അവിടുന്ന് വരുന്ന ആ വൃത്തികൾ മാത്രം നമ്മൾ തലയിലെടുക്കും. അതും ചില സമയത്ത് നമ്മൾ ആ വലിയ മീറ്റിംഗ് ആണെങ്കിൽ നമ്മൾ ആ മീറ്റിങ്ങിന് തയ്യാറെടുക്കും. എല്ലാ ബാക്കിയുള്ള മനസ്സിലെ അലട്ടുകളെല്ലാം കളഞ്ഞിട്ട് അതിൽ കേന്ദ്രീകരിക്കും. ഇതെല്ലാം യോഗ പ്രവർത്തനമാണ്. ഇങ്ങനെ ഈ ആ ചിത്തത്തിലെ വൃത്തികളെ, ചിന്തകളെ, വികാരങ്ങളെ കളഞ്ഞ് ആ കളയാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? ശ്രീകൃഷ്ണന്റെ രൂപം ഉപയോഗിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു നാമം ഉപയോഗിക്കും. ആ ശ്രീകൃഷ്ണൻ്റെ അത് ചിന്തിക്കുമ്പോൾ ബാക്കിയെല്ലാം പോകണം എന്ന് നമ്മൾ തയ്യാറായിട്ട് പിടിച്ചാൽ ശ്രീകൃഷ്ണനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയാൽ അത് ഏകാഗ്രമാണ്. പിന്നീട് ആ ശ്രീകൃഷ്ണനെയും കൂടി തള്ളിക്കളയണം നമ്മുടെ അതിനപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ. അതാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇത് തനി പ്രാക്ടിക്കലാണ്. ഇത് വെറുതെ ഒരു തത്വം പറയുന്നതല്ല എന്നർത്ഥം. നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് യോഗം. നിത്യജീവിതത്തിൽ ഇപ്പോഴും ഇപ്പൊ എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു, ഇതിൽ നിന്ന് ഒരു ആശയം നമ്മൾ പിടിച്ചെടുക്കുന്നു, വേറെ ഒരു ആശയം അതിൻ്റെ ഇടയിൽ കയറി കൂടിയാൽ അത് അന്യവൃത്തിയാണ്. ആ അന്യവൃത്തി കയറി കൂടിയാൽ അത് എത്ര എണ്ണം കൂടുന്നോ അതിനനുസരിച്ച് എൻ്റെ ഈ പ്രഭാഷണം അല്ലെങ്കിൽ എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കണമുണ്ടാവും. അപ്പോൾ ഇങ്ങനെ എല്ലാ മറ്റു വൃത്തികളെയൊക്കെ തടഞ്ഞ് നമുക്ക് ആവശ്യമുള്ള ഒരു വൃത്തിയെ, ഒരു ചിന്തയെ, ഒരു വികാരത്തെ നമ്മൾ പിടിച്ചു നിർത്തുന്നതാണ് ഏകാഗ്രം എന്ന് പറയുന്നത്. ആ ഒരു ചിന്തയെയും കൂടി കളയാൻ സാധിച്ചാൽ അത് നിരുദ്ധം, എല്ലാറ്റിൻ്റെയും നിരോധം. മറ്റേത് ഒന്നൊഴിച്ച് ബാക്കിയുള്ളതിൻ്റെ നിരോധം, എല്ലാം പോയാൽ മൊത്തം നിരോധം. അപ്പോൾ അതിന് നിരുദ്ധാവസ്ഥ എന്ന് പറയും. അപ്പോൾ ഏകാഗ്രം, നിരുദ്ധം, ഇങ്ങനെ രണ്ട് തരം. ഒന്ന് ഏകാഗ്രമായാൽ അത് സമ്പ്രജ്ഞാതം, നിരുദ്ധം മുഴുവനും പോയാൽ അസംപ്രജ്ഞാതം. ഇങ്ങനെ ഈ അസംപ്രജ്ഞാത സമയത്തും ഈ സമ്പ്രാജ്ഞ സമയത്തൊക്കെ നമ്മൾ ചില ബീജങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്നുണ്ടാവും. അത് മുളച്ചു വന്നിട്ടില്ല. അപ്പോൾ ഈ അസംപ്രജ്ഞാതത്തില് നിർബീജ സമാധിയാണ്. അത് ഏതെങ്കിലും ഒരു ഈ സംസ്കാരമാണ് പിന്നീട് അത് വൃത്തിയായിട്ട് ഉയർന്നു വരിക. അതിൻ്റെ ആ ബീജം കൂടി വരട്ടിക്കളയും. അങ്ങനെ ഇത് ഒരു താത്വിക ലെവലിൽ മാത്രം എടുക്കരുത്. ഇത് നമ്മൾ ഇപ്പോഴും ഏത് സമയത്തും അനുഭവിക്കുന്ന ഒരു അനുഭവമാണ് എന്ന് നമ്മൾ മറന്നു കളയരുത് എന്നർത്ഥം. ഞാൻ അതാണ് പറഞ്ഞത്. ഇത് നിത്യജീവിതമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പോൾ നമ്മുടെ ധ്യാനവും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ
യോഗ ചിത്തവൃത്തി നിരോധ എന്നുള്ള ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഈ സൂത്രം, രണ്ടാമത്തെ സൂത്രം, അത് ഈ പുസ്തകത്തിൽ മുഴുവനും പിന്നെ ബാധകമായിട്ടുള്ള ഒന്നാണ് എന്ന് എടുത്തു വെക്കണം. പിന്നെ ഈ ചിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ മനസ്സ് എന്ന് പറയും. ഇപ്പം യോഗ സൈക്കോളജിയാണ്, അവിടെ മനസ്സ് എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. വാസ്തവത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന മനസ്സാണോ എന്ന് ഒരു വിഷയം വരും. ഞാൻ അതാണ് ഇന്നലെ ഒരു ലേശം ബാക്കിയിട്ട് പറഞ്ഞത്. ഈ സാധാരണ നിലക്ക് ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ വസ്തുക്കളെ അറിയുന്ന സാധനമാണ് മനസ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു പേന കാണുന്നു എന്ന് വിചാരിക്കാം. ആ പേന കാണുന്നത് എങ്ങനെയാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണ് അതിൽ പതിക്കുന്നു. അപ്പോൾ ആ കണ്ണിലൂടെ നമ്മുടെ മനസ്സ് പുറത്തേക്ക് ഒഴുകുന്നു. ഒഴുകിയിട്ട് ഈ മനസ്സ് എന്ന് പറയുന്ന സാധനം ഈ പേനയുടെ രൂപമായിട്ട് മാറുന്നു. ആ രൂപം ഉള്ളിലേക്ക് എടുക്കുന്നു. അങ്ങനെ ഉള്ളിലെടുത്ത പേനയുടെ രൂപത്തെയാണ് നമ്മൾ കാണുന്നത്. ആ സാക്ഷാൽ പേനയല്ല. ഇത് പറയുമ്പം ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ അതിന് ഒരു ഉദാഹരണം കൊടുക്കുന്നുണ്ട്. കൃഷകവത്ത് എന്ന് പറയും. അത് കൃഷിക്കാരൻ ഈ പിന്നെ ഉയർന്ന സ്ഥലത്ത് നിന്ന്, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ചാല് കീറിയിട്ട് വയലിലേക്ക് വെള്ളം കൊണ്ടുവരും. അപ്പൊ ഈ വെള്ളം നേരെ പോയിട്ട് ഈ വയലിൽ നിറയും, വയലിന്റെ രൂപം പ്രാപിക്കും. അതുപോലെയാണ് മനസ്സ് ഇന്ദ്രിയങ്ങളാകുന്ന ചാലിലൂടെ പുറത്തേക്ക് ഒഴുകിയിട്ട് ഈ വിഷയങ്ങളാകുന്ന ആ വസ്തുക്കളായിട്ട് അതിൻ്റെ രൂപമായിട്ട് മാറും എന്ന്. ആ രൂപമാണ് നമ്മൾ ഉള്ളിലെടുത്തിട്ട് നോക്കും. അപ്പോൾ ഇതുകൊണ്ട് എവിടെയൊക്കെ എത്തുമോ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് എന്തെല്ലാം കാണുമോ അതെല്ലാം മനസ്സ് ഒപ്പിയെടുത്തിട്ട് നമ്മൾ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് വേറെ ഒന്നിനെ കാണിക്കുകയാണ്. ഉള്ളിൽ നിന്ന് അതിനെ അറിയുകയാണ്. അപ്പോൾ ഈ മനസ്സിന്റെ ഒരു പ്രവർത്തനം. അപ്പോൾ ഈ ചിത്തം എന്ന് പറയുന്നത് നമ്മളെ ഈ വേദാന്തത്തിലും സാഖ്യത്തിലും ചെറിയ വ്യത്യാസമുണ്ട്. വേദാന്തത്തില് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇങ്ങനെയാണ്. അതായത് അന്ധക്കരണം രണ്ട് തരമാണല്ലോ. കരണം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം. ബഹിക്കരണം 5 ഉണ്ട്: കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. അന്ധക്കരണം എന്ന് പറയുന്നതാണ് മനസ്സ്. അതായത് ബാഹ്യവസ്തുക്കളെ അറിയാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഉപകരണമാണ്. കരണം എന്ന് പറയുന്നത് തന്നെ അത്. അന്ധക്കരണം, ബഹിക്കരണം. അപ്പോൾ ഈ 5 ഇന്ദ്രിയങ്ങള് പുറത്തുള്ള വസ്തുക്കളെ മാത്രമേ ഈ ഇന്ദ്രിയങ്ങൾക്ക് അറിയാൻ പറ്റൂ. അപ്പോൾ അതിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത് അന്ധക്കരണമാണ്. അപ്പോൾ വേദാന്തത്തിൽ അന്ധക്കരണത്തിന് 5 ഭാഗമായി കൊടുത്തിട്ടുണ്ട്: മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. എന്നാൽ ഈ സാഖ്യം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്വാളിഫയിങ് ഡിഗ്രി, അതായത് മുമ്പേ അതിനെ നമുക്ക് ഒരു ക്വാളിഫയിങ് ആയിട്ടുള്ള കുറച്ച് അറിവ് നമുക്ക് മുൻകൂട്ടി വേണം എന്ന് പറയാൻ കാരണം അതാണ്. ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാഖ്യപ്രകാരം ബുദ്ധി ആണ്, ബുദ്ധിതത്വം എന്നൊക്കെ പറയും. മനസ്സും ബുദ്ധിയായിട്ടെന്ന ചെറിയ വ്യത്യാസം നോക്കി അത് സാഖ്യത്തിൽ കൊടുത്തതല്ല. മനസ്സും ബുദ്ധി എന്ന് വെച്ചാൽ മനസ്സ് ചഞ്ചലമാണ്, ബുദ്ധിക്ക് കുറച്ച് സ്ഥിരതയുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഇതിലെ ഉദ്ദേശിക്കുന്നത് ഈ അന്ധക്കരണങ്ങൾ മൊത്തമാണ്. വേദാന്തത്തിലെ ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഓർമ്മകളുടെ ഒരു ബഞ്ചാണ്, ഒരു സഞ്ചിയാണ്. സഞ്ചിതമായ കർമ്മങ്ങൾ, ഓർമ്മകൾ, അതിനെ സൂക്ഷിച്ച സ്ഥലമാണ് ചിത്തം വേദാന്തത്തിന്. പക്ഷെ ഇവിടെ അതല്ല, ഇതെല്ലാം കൂടിയതാണ്.
അതിൽ പ്രത്യേകിച്ചും ബുദ്ധിസത്വം എന്ന് പറയുന്നത്. അപ്പം ബുദ്ധിക്ക് കൂടുതൽ പ്രാധാന്യം ഇതിലുണ്ട്. അപ്പൊ ചിത്തവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്ധകരണത്തിലെ മൊത്തം വൃത്തികളാണ്. ചിത്തവും മനസ്സും വേർതിരിച്ചിട്ട് അല്ല എന്നർത്ഥം. ബുദ്ധിയും മനസ്സും വേർതിരിച്ചിട്ടല്ല എന്നർത്ഥം. അത് നമ്മൾ ഓർമ്മിച്ചു വെച്ചോളൂ. അപ്പം മൊത്തം അന്ധകരണമാണ്. അതിലും വിശേഷിച്ച് ബുദ്ധിയെ തന്നെയാണ് ഇവിടെ. അതുകൊണ്ട് ഈ പിന്നെ സാങ്കേതിലെ 25 തത്വങ്ങളെ പറ്റി പറയും. അതിൽ മൂലപ്രകൃതി പുരുഷൻ, പ്രകൃതി പുരുഷൻ രണ്ടായിട്ട്. അതുകൊണ്ട് അതിനെ ദ്വൈതം എന്ന് പറയുന്നത്. രണ്ടും ഒന്നല്ല. പ്രകൃതിയും പുരുഷനും അനാദിയാണ്. അപ്പൊ ഈ പ്രകൃതിയിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്നത് മഹത്ത് എന്ന് പറയുന്ന ഒരു തത്വമാണ്. അതിൽ നിന്ന് അഹങ്കാരം, അതിൽ നിന്ന് ഈ എല്ലാ ഇന്ദ്രിയങ്ങളും മനസ്സും, അതേപോലെ ഈ ആകാശം, ഇത് ജലഗന്ധ, എന്താണ് പറയാ, ആകാശത്തിന്റെ സൂക്ഷ്മ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ ഉണ്ടാവും. അതിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ഉണ്ടാവും. അപ്പം തന്മാത്രകൾ 5, പഞ്ചഭൂതങ്ങൾ 5, പിന്നെ 5 ജ്ഞാന ഇന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, ഒരു മനസ്സ്, അഹങ്കാരം, മഹത്തത്വം, ഇതെല്ലാം കൂടിയിട്ട് ആണ് ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഈ 25 തത്വങ്ങൾ ഇവിടെ ഒരു സമാഹാരം. അപ്പോ ഇനിയും ഇത് നമ്മൾ ഇതില് പ്രതിസർഗം എന്നൊക്കെ പറയുന്നുണ്ട്. തിരിച്ചുപോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചഭൂതത്തിൽ നിന്നും പിന്നെ സൂക്ഷ്മരൂപം ഇങ്ങനെ തിരിഞ്ഞ് അഹങ്കാരത്തിലേക്ക് കയറി മഹത്വത്തിലേക്ക് പോയിട്ട് മൂലപ്രകൃതിയിലേക്ക് കയറണം. ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിൽ വെക്കണം. അതുകൊണ്ട് ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പുറത്തെ മനസ്സ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അതിനെ, ആ മനസ്സിനെയും ആസ്വദിക്കുന്ന, അതിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള ബുദ്ധി, ആ ബുദ്ധിസത്വമാണ് ഈ പിന്നെ ചിത്തം എന്ന് നമ്മൾ തിരിച്ചറിയണം. ബുദ്ധിയുടെ കടമ എന്താണെന്ന് ചോദിച്ചാൽ, ബുദ്ധിക്ക് സ്വന്തമായിട്ട് കാണാനോ കേൾക്കാനോ ഒന്നും അറിയില്ല. അത് ജഡവസ്തുവാണ്. അപ്പോ ഈ അതിൻ്റെ ഉള്ളിലുള്ള ആത്മതത്വം, ജീവാത്മാവ് എന്നൊക്കെ പറയുന്നത്, അതിനെ പുരുഷൻ എന്നും പറയും. അപ്പൊ ആ പുരുഷൻ ആണ് വാസ്തവത്തിൽ പുരുഷൻ സ്വതന്ത്രനാണ്. അത് നമ്മൾ അടുത്ത സൂത്രത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ആ പുരുഷനെ ഈ വസ്തുക്കളെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു കണ്ണാടിയായിട്ട് മാത്രമേ ഈ ബുദ്ധിക്ക് സ്ഥാനമുള്ളൂ. അങ്ങനെ ഒരു ദർപ്പണത്തിന്റെ ഒരു കടമ മാത്രമേ ബുദ്ധിക്കുള്ളൂ. അങ്ങനെ ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ഈ പരമാത്മാവിന് കാണിച്ചു കൊടുക്കും. ജീവാത്മാവിന് കാണിച്ചു കൊടുക്കും. അത് ജീവാത്മാവ് വാസ്തവത്തിൽ ഇതിലൊന്നും പെട്ട ആളല്ല. ഇങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. അത് നമുക്ക് മറ്റേ സാഖ്യത്തിന്റെ ഒരു വാലാണ്, ഒരു ഭാഗമാണ്. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞത്, ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധി എന്നെടുക്കണം. വൃത്തി എന്ന് പറഞ്ഞാൽ അതിലൂടെ കടന്നു പോകുന്ന ഈ പുറത്തു നിന്നും അകത്തു നിന്നും ചില ചിന്തകൾ അകത്തുനിന്ന് വരുന്നതാണ്, മുമ്പേത്തെ ഓർമ്മകളൊക്കെ കൂടിയിട്ട്. അതേപോലെ ബാഹ്യമായിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് വരുന്നതായ അതിൻ്റെ പ്രതികരണങ്ങളും, ഇതെല്ലാം ഈ ബുദ്ധിയിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഓരോന്നിനെയായിട്ട് തള്ളിക്കളഞ്ഞ് ഈ ഏകമായിട്ടുള്ള ഒന്ന് മാത്രം ഭക്ഷിക്കുന്ന അവസ്ഥ എത്തണം. പിന്നീട് അതും ആവശ്യമില്ല എന്നുള്ള അവസ്ഥ വരും. ഇതാണ് ചിത്തവൃത്തി നിരോധം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വെച്ചുള്ള. അപ്പോൾ ആ സൂത്രത്തിന്റെ ഭാഗം കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സൂത്രം. നമ്മൾ സൂത്രം ചൊല്ലാറുണ്ടോ? എങ്ങനെയാ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഓർമ്മയില്ല. എല്ലാവരും ഒന്ന് ഏറ്റു ചൊല്ലിക്കൊള്ളാം 3 പ്രാവശ്യം, എന്നാല് നല്ലതാണ്. ആദ്യത്തെ 2 ഏതായാലും
ചൊല്ലിയതിന് ശേഷം മൂന്നാമത്തേത് ആദ്യത്തെ ഓരോ പ്രാവശ്യം ചൊല്ലിയാൽ മതി. ഞാൻ ചൊല്ലിയാൽ പിന്നെ ബാക്കിയുള്ളവർ അൺമ്യൂട്ട് ആക്കൊന്നും വേണ്ട, നിങ്ങളങ്ങോട്ട് ചൊല്ലിയാൽ മതി. അവിടെ ഒന്ന് ചൊല്ലിന്ന് ഉറപ്പ് വരുത്താം. ആദ്യത്തേത് പിന്നെ അഥ യോഗാനുശാസനം. എല്ലാവരും ഒരു പ്രാവശ്യം പറഞ്ഞോളാം. രണ്ടാമത്തേത് യോഗശ്ചിത്തവൃത്തി നിരോധ. മൂന്നാമത്തേത് 3 പ്രാവശ്യം ചൊല്ലണം. അത് ഇന്നലെ ചൊല്ലിച്ചു എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ്. തഥാ ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം. പറഞ്ഞോളാം 3 പ്രാവശ്യം, വെറുതെ പറഞ്ഞോളാം, അൺമ്യൂട്ട് ആക്കണമെന്നൊന്നുമില്ല. തഥാ ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം. നമ്മൾ എഴുതിയത് ചൊല്ലി കഴിഞ്ഞെന്ന് വിചാരിക്കാം. എഴുതിയത് സ്വരൂപേവസ്ഥാനം എന്നാണ്. അവിടെ ഒരു എഫ് ഇട്ടിട്ടുണ്ടാവും എൻ്റെ ഇടയിൽ. അതിൻ്റെ അർത്ഥം സ്വരൂപേ അവസ്ഥാനം എന്നായിട്ട് വായിക്കണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. വായിക്കുന്നത് ഒന്നിച്ചായിരിക്കും എങ്കിലും എന്നർത്ഥം. അപ്പം തഥാ, ഈ സംസ്കൃതത്തില് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് തത്ര എന്ന് പറഞ്ഞാൽ അവിടെ, പിന്നെ കുത്ര എന്ന് പറഞ്ഞാൽ എവിടെ, സർവത്ര നമുക്ക് മനസ്സിലായി, കാരണം മലയാളത്തിലുള്ളതാണ്. സർവത്ര എല്ലാ സ്ഥലത്തും, ഒരു സ്ഥലത്തിനെ മനസ്സിലാക്കുന്നത്. അതേപോലെ ദാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലമാണ്. തഥാ സദാ നമുക്കറിയാം, എല്ലാ കാലത്തും എല്ലാ സമയത്തും. തഥാ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്നർത്ഥം. തഥാ ഏത് സമയത്ത്? ചിത്തവൃത്തി നിരോധമുണ്ടായ സമയത്ത്. അപ്പം തഥാ ആ സമയത്ത് ചിത്തവൃത്തി നിരോധം, ചിത്തവൃത്തികൾ മുഴുവനും നിരോധിക്കപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക? എന്താണ് ഫലം? ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം. ദ്രഷ്ടു, ദ്രഷ്ടു എന്നല്ല ശരിക്കുള്ള വാക്ക്, ദ്രഷ്ടാന്നാണ്. ദ്രഷ്ടാവ്, ദ്രഷ്ടാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ ഉള്ള വാക്കാണ്. ദർശിക്കുന്നവൻ ദ്രഷ്ടാവ്, ദൃഷ്ടിയുള്ളവൻ ദ്രഷ്ടാവ്, അതായത് കാണുന്നവൻ എന്നർത്ഥം. ദ്രഷ്ടുഹു എന്ന് പറഞ്ഞാൽ കാണുന്നവന്റെ എന്നാണ്. അതിന് ഷഷ്ടി എന്നൊക്കെ പറയും, വിഭക്തി. കാണുന്നവന്റെ എന്നായി തീരും ദ്രഷ്ടുഹു എന്ന് പ്രയോഗിച്ചാൽ. അപ്പോ തഥാ അപ്പോൾ, എപ്പോൾ? ഈ നേരത്തെ പറഞ്ഞതിനോട് യോജിപ്പിക്കണം. അതാണ് സൂത്രങ്ങൾ തമ്മിൽ യോജിപ്പുണ്ടാവും എന്നൊരു സൂത്രത്തിന്റെ ലക്ഷണത്തിൽ വരുന്നതാണ്. അപ്പോൾ തമ്മിൽ കണക്ഷൻ ഉണ്ടാവും. തഥാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ ചിലയിലേക്ക് എഴുതും ചിത്തവൃത്തി നിരോധ സമയേ എന്ന് എഴുതും. ചിത്തവൃത്തി നിരോധം നടന്ന സമയത്ത് എന്താവും? സ്വരൂപേ അവസ്ഥാനം. അവസ്ഥാനം സ്ഥിതി ചെയ്യുക, സ്ഥാനം പിടിക്കുക. അവസ്ഥാനം എവിടെയാണ് സ്ഥാനം പിടിക്കുന്നത്? സ്വരൂപേ. സ്വരൂപം എന്നല്ല, സ്വരൂപേ എന്ന് പറഞ്ഞാൽ സപ്തമി ആയിട്ടാണ് വരിക. സ്വരൂപത്തിൽ എന്നാണ് ഏത് പ്രയോഗിച്ചാൽ. സ്വരൂപത്തിൽ അവസ്ഥാനം. അപ്പോ ആ സമയത്ത് ചിത്തവൃത്തി നിരോധം നടക്കുന്ന സമയത്ത് അതിന്റെ ബെനിഫിറ്റ് എന്താണ്? ദ്രഷ്ടാവിന്റെ, ആ കാണുന്ന ആളുടെ സ്വരൂപേ അവസ്ഥാനം, തൻ്റെ യഥാർത്ഥ സ്വരൂപം, പരരൂപമല്ല, തൻ്റെ
ഒറിജിനൽ രൂപം അതിൽ ഓർക്കും, അതിൽ സ്ഥാനം പിടിക്കും നമ്മൾ. ഇത് വാസ്തവത്തിൽ എളുപ്പവും സരളവുമായിട്ടുള്ളൊരു വാചകമാണ്. അതുകൊണ്ട് അധികം വ്യാഖ്യാനമൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. സ്വരൂപപൃഷ്ഠ പ്രധാനം ചിതിശക്തി യഥാ കൈവല്യേ എന്നാണ് ഇതിൽ വ്യാസം പറഞ്ഞിട്ടുള്ളത്. സ്വരൂപ പ്രതിഷ്ഠ, അതാണ് അവസ്ഥാനം എന്ന് പറഞ്ഞത്. സ്വരൂപത്തിൽ പ്രതിഷ്ഠിതനായിരിക്കുക. നമുക്കറിയാലോ അമ്പലത്തിലെല്ലാം പ്രതിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഇളക്കാനാവില്ല. അങ്ങനെ ആ സ്വരൂപത്തിൽ, തൻ്റെ ഒറിജിനൽ രൂപത്തിൽ അങ്ങനെ ഉറച്ചു നിൽക്കും. അതാണ് ചിതിശക്തി. ആരാണ് ഉറച്ചു നിൽക്കുക? ചിതിശക്തി. ചിതിശക്തി എന്ന് പറഞ്ഞാൽ ജീവാത്മാവ് എന്നർത്ഥം. നമ്മുടെ ഉള്ളിലുള്ള പുരുഷൻ, പുരുഷെന്നും പറയും. പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തില് നമ്മളെ പുരുഷൻ എന്ന് പറഞ്ഞാൽ മെയിൽ, സ്ത്രീ, ഫീമെയിൽ പറയും. വാസ്തവത്തിൽ പുരുഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. പുരി ശേതേ, ഈ പുരി, ഈ ശരീരം ഉണ്ടല്ലോ, ഇതില് ശേതേ ശയിക്കുന്നവൻ, ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നർത്ഥമാണ് പുരുഷൻ എന്ന് പറഞ്ഞാൽ. ഇതില് എപ്പോഴും അതെ, ഈ നമ്മുടെ പിന്നെ ഈ ദർശനത്തില് പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ മെയിൽ എന്നുള്ള അർത്ഥമല്ല, ജീവാത്മാവ്, ഉള്ളിലിരിക്കുന്ന ആത്മാവ് എന്നർത്ഥം. അപ്പോ ആ ചിതിശക്തി, ജീവാത്മാവ്, തദാനീം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നർത്ഥം. തഥാ എന്താവും? യഥാ കൈവല്യേ, കൈവല്യ നമ്മളെ യോഗത്തിന്റെ അവസാനത്തെ സ്റ്റേജ് ആണല്ലോ കൈവല്യം. ആ കൈവല്യത്തിലിരിക്കുന്നത് പോലെ, യഥാ കൈവല്യേ, അതുപോലെ സ്വരൂപ പ്രതിഷ്ഠമാകും, അതിൻ്റെ സ്വരൂപത്തിൽ പ്രതിഷ്ഠിതമാകും. വ്യുത്ഥാന ചിത്തേ, അടുത്ത വാക്കാണ് വ്യുത്ഥാന ചിത്തേ. വ്യുത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതികത്തിലേക്ക് ഉണർന്ന ചിത്തം എന്നർത്ഥം. ഉണർന്ന ചിത്തം, വ്യുത്ഥാനം. ആ വ്യുത്ഥാന ചിത്തേ തു സതി തഥാഭി ഭവന്തി ന തഥാ. എന്നാൽ സാധാരണ നമ്മളെ ഇപ്പോഴ് നമ്മുടെ ജീവിതം ഉണ്ടല്ലോ, അത് വ്യുത്ഥാനമാണ്, വ്യുത്ഥാന ദശയാണ്. നമ്മളിപ്പോൾ കടന്നു പോകുന്ന ദശ വ്യുത്ഥാന ദശയാണ്, സമാധി ദശയല്ല. അപ്പൊ ആ വ്യുത്ഥാന ദശയില് അന്നേരം ഈ ജീവാത്മാവ് എന്ത് ചെയ്യുന്നു? അന്നേരം അതിന് സ്വരൂപാവസ്ഥ ഇല്ലേ ചോദിച്ചാൽ അന്നേരം അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയാണെന്ന് തോന്നില്ല. ന തഥാ, അങ്ങനെയാണെങ്കിലും അങ്ങനെയാണെന്ന് തോന്നില്ല. നമ്മൾ ഇതിലൊക്കെ മുഴുകിയിട്ടാണെന്ന് തോന്നും. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. വ്യുത്ഥാന ദശയും സമാധി ദശയും. വ്യുത്ഥാനം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതെടുത്തോളണം, ഭൗതികമായിട്ടുള്ള ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥ, അതാണ് വ്യുത്ഥാന ദശ. അപ്പോൾ വ്യുത്ഥാന ദശ പോലെ തന്നെയാണ് സമാധി ദശയിലും പുരുഷൻ. പക്ഷേ നമുക്ക് അങ്ങനെയല്ല അനുഭവം ഉണ്ടാവുക. അതുകൊണ്ടാണല്ലോ ചിത്തവൃത്തി നിരോധം വേണ്ടി വരുന്നത്. അപ്പോ ചിത്തവൃത്തി നിരോധമുണ്ടായാലുള്ള ഫലം എന്താണ് എന്ന് ചോദിച്ചാൽ, ആ സമയത്ത് തൻ്റെ സ്വരൂപത്തിൽ അവൻ ഉറച്ചു നിൽക്കും ഒരാൾ. ഇത് കുറച്ചും കൂടി സരളമായിട്ട് പറഞ്ഞാല്, പിന്നെ ഇത് പിന്നെ എന്താണ്, വേദാന്തത്തിലേക്കോ അല്ലെങ്കിൽ ആ വളരെ മേലോട്ട് ജ്ഞാനാവസ്ഥയിലേക്ക് കടക്കണ്ട. നമ്മൾക്ക് ഒരു സാധാരണ ഉദാഹരണം എടുത്താൽ ഇത് കുറച്ചുകൂടി ക്ലാരിറ്റി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ എടുക്കണം. ഒരു പാത്രം വെള്ളം എടുത്തു. ആ വെള്ളം, അതിൻ്റെ അടിയിൽ ഒരു
നാണയം ഇട്ടു എന്ന് വിചാരിക്കാം, ഒരു വെള്ളി നാണയം. ആ വെള്ളത്തിൽ എപ്പോഴും ഓളങ്ങൾ ഉണ്ടെങ്കിൽ ഈ വെള്ളി നാണയം പലതായിട്ട് തോന്നും, ഒറിജിനൽ കാണില്ല. അതിൽ കുറച്ച് മഞ്ഞൾ കലക്കിയെന്ന് വിചാരിക്കാം, അത് മഞ്ഞയാവും. അതിൽ കുറച്ച് ചുവന്ന മഷി ഒഴിച്ചു എന്ന് വിചാരിക്കാം, അത് ചുവന്നതും മഞ്ഞയും കൂടിയിട്ടുള്ള ആകൃതി അതിൻ്റെ ഇത് അതിനും വരും. അപ്പോ ഇതൊരു സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ, നമ്മുടെ വലിയ സാധകന്റെ ദൃഷ്ടിയിലല്ല ഞാൻ പറയുന്നത്, സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ പോലും ചിത്തത്തിൽ ഇളക്കം വന്നാൽ ഒറിജിനൽ കാണാൻ പറ്റില്ല. അതാണ് സ്വരൂപത്തിൽ പ്രതിഷ്ഠ ഉണ്ടാവില്ല. അത് എല്ലാ ഇളക്കങ്ങളും നിന്ന് പോയാൽ, എല്ലാ ചലനങ്ങളും മാറ്റിവെക്കുമ്പോൾ നമുക്ക് ഒറിജിനൽ കാണാൻ സാധിക്കും. അങ്ങനെ അതേപോലെയാണ് ഇതിൽ ചില ഉദാഹരണങ്ങൾ ചില ദിക്കുകളെല്ലാം കാണാം. ഈ ഓളം കൊണ്ട് ചന്ദ്രൻ പലതായിട്ട് തോന്നാം. ചന്ദ്രൻ ഒന്നേ ഉള്ളൂ, പക്ഷെ ചന്ദ്രന്റെ അത് കളറും ഒക്കെ മാറുന്നതായിട്ട് കാണാം. ചില സമയത്ത് മനസ്സിന്റെ ഭ്രമം കൊണ്ട്, അത് ഈ ഇളക്കം കൊണ്ടല്ല, മനസ്സിന്റെ ഭ്രമം കൊണ്ട് നമുക്ക് മുത്തുച്ചിപ്പിയെ വെള്ളിയായിട്ട് തോന്നാം, കയറിനെ പാമ്പായിട്ട് തോന്നാം. ഇതൊക്കെ ചിത്തവൃത്തി നിലനിൽക്കുമ്പോഴുള്ള അവസ്ഥയാണ്. ചിത്തവൃത്തി നിരോധമുണ്ടായാൽ യഥാർത്ഥത്തെ യഥാർത്ഥമായിട്ട് കാണാൻ സാധിക്കും. തൻ്റെ സ്വരൂപത്തെ അതിൽ നമ്മൾ പ്രതിഷ്ഠിതരായി ഇരിക്കും. അതാണ് ഈ തഥാ ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം എന്ന് പറയും. ഇനി ഒരു സൂത്രം കൂടി ആയ ചതുസൂത്രി ആയി. ചതുഹു സൂത്രി, ചതു എന്ന് പറഞ്ഞാൽ 4. ഈ 4 സൂത്രം വ്യാഖ്യാനിച്ചാൽ എൻ്റെ ദൃഷ്ടിയിൽ ഏകദേശം എല്ലാ ഭാഗവും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തേതിൽ ഞാൻ യോഗാസനം പറയാൻ യോഗത്തെ അനുശാസിക്കാൻ പോകുന്നു 1. രണ്ടാമത്തേതിൽ യോഗം എന്താണ്? ചിത്തവൃത്തി നിരോധമാണ്. മൂന്നാമത്തേതിൽ അങ്ങനെ ചിത്തവൃത്തി നിരോധം വന്നാൽ ദ്രഷ്ടാവിൻ്റെ, അതായത് ആരാണോ കാണുന്നത് അവൻ, ഇപ്പം നമ്മൾ നമ്മളാണ് ദ്രഷ്ടാവ്, ആ ദ്രഷ്ടാവിന് ചിത്തവൃത്തികളുടെ ശല്യമില്ലാതിരുന്നാൽ അവൻ്റെ യഥാർത്ഥ രൂപത്തെ കാണാൻ സാധിക്കും. മൂന്നാമത്തേത്. ഇനി നാലാമത്തേത് നേരെ വിപരീതമാണ്. അഥവാ ചിത്തവൃത്തി നിരോധം ഉണ്ടായില്ലെങ്കിലോ, അതാണ് അന്നേരം എന്ത് സംഭവിക്കും? അതാണ് നാലാമത്തെ സൂത്രം പറയുന്നത്. വൃത്തിസാരൂപ്യം ഇതരത്ര എന്ന് പറയുന്നത്. അത് ഞാൻ ഒരിക്കൽ ചൊല്ലാം, നിങ്ങൾ 3 പ്രാവശ്യം ചൊല്ലണം. വൃത്തിസാരൂപ്യം ഇതരത്ര 3 പ്രാവശ്യം വായിച്ചോളൂ. യെസ്, ഇവിടെ ഇതിന്റെ അർത്ഥം സരൂപത, അതാണ് സാരൂപ്യം. സാരൂപ്യം എന്ന് പറഞ്ഞാൽ സ്വരൂപ, ഏത് രൂപമുണ്ടോ അതേപോലെയുള്ള രൂപമായി മാറുക, അതിനെയാണ് സരൂപത. ഇപ്പോൾ ഒരാളെ കണ്ടു, വേറൊരാൾ അതേപോലത്തെ ഒരാളെ കണ്ടു, അപ്പോൾ നമുക്ക് തോന്നും ഒരു സ്വരൂപമാണ്, ഒരേപോലെയുള്ള രൂപമാണ്. അതിനെയാണ് സരൂപത എന്ന് പറയുന്നത്. അതന്നെയാണ് സാരൂപ്യം എന്ന് പറയുന്നത്. ഒന്നിനെ പോലെ അതേ രൂപം വേറൊന്നില്. അപ്പോ ഈ വൃത്തികള് അടങ്ങിയാൽ, നിരുദ്ധമായാൽ സ്വരൂപത്തെ കാണും, വൃത്തിയെ കാണൂല. അടങ്ങിയില്ലെങ്കിലോ വൃത്തി സാരൂപ്യം, വൃത്തിയുടെ അതേ രൂപമായിരിക്കും ചിത്തം. മറ്റേത് ചിത്തമല്ല, ചിത്തത്തിന്റെ രൂപമല്ല കാണുക, സ്വരൂപ കാണും. എന്നാൽ വൃത്തിയിൽ മുഴുകുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് കാണാൻ പോകുന്നത് ആ വൃത്തിയുടെ രൂപമാണ്, വൃത്തിയെയാണ് കാണുക. ഇതരത്ര
തത്ര സർവത്ര എന്നെല്ലാം പറയുന്ന പോലെയാണ് ഇതരത്ര, അന്യ സ്ഥലങ്ങളിൽ. അന്യസ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നേരത്തെ രണ്ടാമത്തെ സൂത്രത്തിലേതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളത്. എന്താണ് രണ്ടാമത്തെ സൂത്രം? ചിത്തവൃത്തി നിരോധം. ചിത്തവൃത്തി നിരോധം ഇല്ലാത്തിടങ്ങളിൽ വൃത്തി തന്നെയാണ് അവർക്ക് കാണാൻ കഴിയുക, സ്വരൂപത്തെ കാണാൻ കഴിയില്ല. ഇത് ധാരാളം അനുഭവമാണ്. അതാണ് ഞാൻ നേരത്തെ ഒരു പ്രാക്ടിക്കൽ ഉദാഹരണം പറഞ്ഞത്. നമ്മൾ മനസ്സിൽ ചില ആളൊക്കെ വലിയ തിരക്കുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവര് വീട്ടിൽ നിന്ന് ഭയങ്കര ലഹള കൂടിയിട്ടാണ് പോകുന്നതെങ്കിൽ ആ ഓഫീസിൽ അന്ന് മുഴുവനും ലഹളയായിരിക്കും. അതെന്ന് വെച്ചാൽ അയാളെ ചിത്തത്തിലെ വൃത്തി അതാണ്. ആ വൃത്തിയുടെ രൂപമായിട്ട് മാറും അയാൾ ഒറിജിനലല്ല. എന്തോ വീട്ടിൽ കുഴപ്പമുണ്ടെന്ന് ബാക്കിയുള്ളവർ പറയുകയും ചെയ്യും. സാധാരണ ഇയാൾ ഇങ്ങനെയല്ലല്ലോ. അയാളുടെ ഒറിജിനൽ രൂപം അതല്ല, ഒറിജിനൽ രൂപം വേറെയാണ്. ഇപ്പൊ അയാളുടെ വൃത്തികൾ അയാളെ കീഴടക്കിയിരിക്കുന്നു. അതുകൊണ്ട് ആ വൃത്തിയാണ് ഇപ്പം ഭരിക്കുക. ആ വൃത്തിയുടെ രൂപമാണ് കാണുക, സ്വരൂപം അല്ല, അയാളുടെ ഒറിജിനൽ രൂപം അല്ല. ഇതാണ് വൃത്തി സാരൂപ്യം ഇതരത്ര, മറ്റിടങ്ങളിൽ വൃത്തി സാരൂപ്യമായിരിക്കും എന്ന്. അപ്പൊ അതിന്റെ വ്യാസഭാഷ്യത്തിൽ വരുന്നത് വ്യുത്ഥാനേ എന്നാണ് കൊടുത്തത്. വ്യുത്ഥാനേ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഞാൻ, ഉണർന്ന സമയത്ത്, അതായത് ചിത്തവൃത്തികളൊക്കെ ഉണർന്നിരിക്കുന്ന സമയത്ത്, ആ സമയത്തും വ്യുത്ഥാനേ യാ ചിത്തവൃത്തയ, വ്യുത്ഥാനത്തിൽ ഏതൊരു ചിത്തവൃത്തികൾ ഉണ്ടാകുന്നുവോ തത് അവിശിഷ്ട വ്യക്തി പുരുഷ, ആ വ്യുത്ഥാനത്തിൽ ഉണ്ടാകുന്ന ചിത്തവൃത്തികളിൽ നിന്നും വിശിഷ്ടനാണ്. അതിൽ നിന്നും വാസ്തവത്തിൽ വേറിട്ട് നിൽക്കുന്ന ആളാണ് പുരുഷൻ. എങ്കിലും എന്നാ നേരത്തെ പറഞ്ഞതുപോലെ അതാണെന്ന് തോന്നും നമുക്ക്. അതാണ് അവിശിഷ്ട വ്യക്തി വൃത്തി പുരുഷ തഥാച സൂത്രം. അപ്പം ഇവിടെ അത് ഇതിനോട് താതാത്മ്യം പ്രാപിച്ചിരിക്കും. ഏതിനോട്? വൃത്തികളോട്. അതിൻ്റെ ഒരു വൈശിഷ്ട്യം, ഒരു പ്രത്യേകത അത് പോയിട്ട് നമ്മുടെ ആ ചിന്തകളെ പോലെ ആയിട്ട് മാറും ആ വ്യക്തി. എന്നിട്ട് അപ്പൊ അവിടെ ഒരു സൂത്രം കൊടുക്കുന്നുണ്ട്, തഥാച സൂത്രം ഏകമേവ ദർശനം ഖ്യാതിരേവ ദർശനം. ഏകമേവ ദർശനം, ദർശനം എന്ന് പറയുന്നത് കാഴ്ച, അതൊന്നേ ഉള്ളൂ. എന്താണത്? ഖ്യാതിരേവ ദർശനം. ഖ്യാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ബുദ്ധിയിലുണ്ടാകുന്ന വൃത്തി, ബുദ്ധിയിലെ വൃത്തിയെയാണ് ഖ്യാതി എന്ന് പറയുന്നത്. ജ്ഞാനം ഒക്കെ എടുക്കാം. അപ്പോൾ അത് തന്നെയാണ് കാണുക, വേറെ ഒന്നും കാണൂല. ബുദ്ധിയിൽ ഒന്നും ഇല്ലാണ്ടാവുമ്പോഴേ ഒറിജിനൽ കാണും. ബുദ്ധിയിൽ ഉണ്ടെങ്കിൽ ആ ബുദ്ധി കാണുന്നത് തന്നെ ആ വ്യക്തിയും കാണും. ഏകമേവ ദർശനം ഖ്യാതിരേവ ദർശനം ഇതി. ചിത്തം, ഇനി ചിത്തത്തിന്റെ ഒരു സ്വഭാവം പറയാണ്. ചിത്തം അയസ്കാന്തമണികൽപ്പം, വ്യാസഭാഷയുള്ളവർ നോക്കി വായിക്കാവുന്നതാണ്. അയസ്കാന്തമണികൽപ്പം, അതായത് കാന്തം പോലെ, ഇരുമ്പിന്റെ കാന്തം പോലെ. സന്നിധി മാത്രോപകാരി, അത് ഈ കാന്തം അടുത്ത് പിടിച്ചാലേ അതിന് ശക്തി ഉണ്ടാവുള്ളൂ, ദൂരത്ത് പിടിച്ചാൽ അതിന് ശക്തി ഉണ്ടാവില്ല. അതുപോലെയാണ് അയസ്കാന്ത മണികൽപ്പം സന്നിധി മാത്ര ഉപകാരി. അത് സന്നിധി മാത്ര ഉപകാരി, അടുത്ത്, സന്നിധി സാന്നിധ്യം, അടുത്ത്.
അടുത്ത് നിൽക്കുമ്പോൾ മാത്രമേ അതിന് ഉപകാരം ചെയ്യാൻ പറ്റുള്ളൂ. ബുദ്ധിക്ക് ഉപകാരി ദൃശ്യത്വേന സ്വം ഭവതി പുരുഷസ്യ സ്വാമിനഃ. അതിൻ്റെ സ്വാമി ആരാണ്? ബുദ്ധിയുടെ സ്വാമി എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ, പുരുഷനാണ്. അതാണത് പുരുഷസ്യ. നേരത്തെ പറഞ്ഞ പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ എന്നല്ല, ഈ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ്, അതിനെ കാണുന്ന യഥാർത്ഥ ദ്രഷ്ടാവ്. ആ പുരുഷന്റെ സ്വം ആണ്. സ്വം എന്ന് പറഞ്ഞ സ്വത്ത്. ദൃശ്യത്വേന അതാണ് ഇതിനെ കാണുന്നയാള്. അപ്പൊ ബുദ്ധി ആർക്ക് മാത്രമേ കാണുള്ളൂ? ബുദ്ധിയിലുള്ള സാധനങ്ങൾ ഈ പുരുഷന് മാത്രമേ കാണാൻ പറ്റൂ. അതുകൊണ്ട് പുരുഷനാണ് അതിൻ്റെ സ്വാമി. തസ്മാത്, അതുകൊണ്ട് തസ്മാത് ചിത്തവൃത്തിബോധേ പുരുഷസ്യ അനാദി സംബന്ധോ ഹേതു. അപ്പൊ ചിത്തവൃത്തി ബോധത്തില് എന്താണ് ഹേതു? കാരണം പുരുഷസ്യ അനാദി സംബന്ധം ആണ്. പുരുഷനുമായിട്ട് അനാദിയായിട്ടുള്ള സംബന്ധമുണ്ട്. എന്ത് സംബന്ധമാണ്? സ്വം സ്വാമി സംബന്ധം. ചിത്തം സ്വം സ്വത്താണ്, പുരുഷൻ സ്വാമിയാണ്, ഉടമസ്ഥനാണ്. അപ്പം ചിത്തവും പുരുഷനും തമ്മിലുള്ള ബന്ധം എന്താണ്? സ്വസ്വാമി സംബന്ധമാണ്. പുരുഷൻ സ്വാമി. സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമസ്ഥൻ എന്നുള്ള അർത്ഥമാണ് സ്വാമി എന്ന് പറഞ്ഞാൽ. സ്വാമി, സ്വം എന്ന് പറഞ്ഞാൽ സ്വത്ത്. അപ്പൊ സ്വാമിയുടെ സ്വത്താണ് ചിത്തം. അല്ലെങ്കിൽ ഭോഗ്യ ഭോക്തൃ സംബന്ധം. അയാള് അനുഭവിക്കുന്നു. ഏതിനെ അനുഭവിക്കുന്നു? ചിത്തത്തെ അനുഭവിക്കുന്നു. അങ്ങനെ ഭോഗ്യ ഭോക്തൃ സംബന്ധം, സ്വസ്വാമി സംബന്ധം ഈ പുരുഷനും ചിത്തവും തമ്മിൽ, അതായത് ചിത്തവൃത്തി ബോധത്തിന് ഉണ്ട് എന്നർത്ഥം. അപ്പം ഇതിൽ വേറെ ഇതിലുണ്ടോ നോക്കട്ടെ. അനാദി സംബന്ധോ ഹേതു. ഇത് ഒരു അനാദിയായിട്ടുള്ള സംബന്ധമാണ്. ഇതാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിന് തന്നെ കാരണമായിട്ടുള്ളത്. അപ്പൊ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് സ സമാനഹ സൻ. ഇതിലില്ല അത് ഒരു ഉപനിഷത്ത് പറയുന്നതാണ്. ഇത് തന്നെ ആയിത്തീരും. ഈ പുരുഷൻ ഇതിനോടൊരു താതാത്മ്യം വരും. ഞാൻ തന്നെയാണ് കാണുന്നത് എന്ന് തോന്നും. അങ്ങനെ വന്നാൽ എന്താവും? ധ്യായതീവ ലോലായതീവ. ഞാൻ ധ്യാനിക്കുന്നു എന്ന് തോന്നും. വാസ്തവത്തിൽ അയാൾക്ക് ധ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല പുരുഷന്. ലോലായതീവ, ഞാൻ ആകെ ഇളകി മറിയുന്നു എന്ന് തോന്നും. വാസ്തവത്തിൽ ഇത് രണ്ടും അയാൾക്ക് സംഭവിക്കുന്നില്ല. എങ്കിലും ഇത് ഇങ്ങോട്ട് താതാത്മ്യം പ്രാപിച്ച് ഈ ഈ ചിത്തവൃത്തികളൊക്കെ ഞാനാണ്, എൻ്റെതാണെന്ന് തോന്നുമ്പോൾ അതിനനുസരിച്ചിട്ട് അത് പ്രവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് വൃത്തി സാരൂപ്യം ഇതരത്ര എന്നുള്ളതിൻ്റെ ഒരു താല്പര്യം. അപ്പൊ നമ്മള് ഈ ആദ്യത്തെ സമാധി പാദത്തിലെ ഭാഗം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മൾ മൊത്തം എടുക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. അപ്പം ഇതിൽ ആദ്യത്തെ 4 സൂത്രങ്ങൾ ഇതിൻ്റെ ഒരു രത്ന ചുരുക്കമായതുകൊണ്ട് പറഞ്ഞതാണ്. ഒന്നുകൂടി അത് ഒറ്റ 4 വാചകത്തിൽ പറയാം. ഒന്നാമത്തെ സൂത്രം, ഇതാ ഞാൻ യോഗത്തെ പറയാൻ പോകുന്നു. അത്ര എടുത്താൽ തൽക്കാലം. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പിന്നെ എടുത്തോളാം. രണ്ടാമത്തെ സൂത്രം, യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്തവൃത്തി നിരോധമാണ്. ചിത്തത്തിലെ ഇളക്കങ്ങളുടെ ഇല്ലാതാക്കലാണ് അത്. അങ്ങനെ ഇളക്കം ഇല്ലാതാക്കിയാൽ എന്താവും?
ദ്രഷ്ടാവിൻ്റെ സ്വരൂപത്തിൽ ഉറച്ചു നിൽക്കും. അതില്ലെങ്കിലോ ഈ ചിത്തവൃത്തിക്കനുസരിച്ചിട്ട് അത് അങ്ങോട്ട് മാറിപ്പോകും. അപ്പോ യാഥാർത്ഥ്യത്തിലേക്ക് പോകണമെങ്കിൽ ചിത്തവൃത്തി നിരോധത്തിലൂടെ, യോഗത്തിലൂടെ, സമാധിയിലൂടെ മുന്നോട്ട് പോകണം എന്ന് ഒരു ചുരുക്കമാണ്. ഇത് തന്നെയാണ് മൊത്തം യോഗ ദർശനത്തിൻ്റെയും ചുരുക്കം. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് 15 മിനിറ്റ് ഉണ്ട്. നമ്മൾ അഷ്ടാംഗ യോഗത്തെ ഒന്ന് തൊടാൻ പോകണം. അതിൻ്റെ വിശദാംശം നമ്മൾ അടുത്ത ദിവസം കൊണ്ട് തീർക്കുകയും ചെയ്യും. മാഷ ഒരു മിനിറ്റ്, നമ്മളെ ഒരു 10 മിനിറ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ സംശയ നിവാരണത്തിന് ഉപയോഗിക്കാന്ന് പറഞ്ഞിരുന്നു ഇന്നലെ. അത് എപ്പോഴാ നിർത്തണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിർത്തണം. ബാക്കിയുള്ളത് നാളേക്ക് കിടക്കാം. അപ്പൊ അവരോട് ചോദിച്ചോട്ടെ. നിങ്ങളെ തംസ് റേസ് ചെയ്തോളൂ, ഹാൻഡ്. അപ്പൊ ഞാനത് അൺമ്യൂട്ട് ആക്കാനുള്ള ഇത് തരാം. നമ്മളുടെ ഇത് കഴിഞ്ഞല്ലോ, പുതിയൊരു തുടങ്ങണേക്കാളും മുമ്പ് ബാക്കിയുള്ളവര് ഹാൻഡ് റേസ് ചെയ്തോളൂ. സമാധിവാദത്തിലെ ഒരു ഉദ്ദേശം നമ്മൾ ഇനി ചോദ്യം ഇപ്പൊ തോന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇടുകയും ചെയ്യാം. ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് രാജശേഖരൻ സാർ റേസ് ചെയ്തിട്ടുണ്ടോ? രാജശേഖരൻ നായർ പറഞ്ഞോളൂ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. നമ്മൾ ആദ്യം കണ്ട ആളല്ലേ? അതെ അതെ. സാർ പറഞ്ഞോളൂ. സാർ ഇപ്പൊ നമ്മൾ ഈ അവസാനം കൺക്ലൂഡ് ചെയ്ത് സാർ പറഞ്ഞില്ലേ, അത് ഒരിക്കൽ കൂടെ ഒന്ന് ആവർത്തിക്കാമോ? തീർച്ചയായിട്ടും. അതായത് നാല് സൂത്രങ്ങളാണ് നമ്മൾ കണ്ടത്. അതിപ്പോ ഈ ബ്രഹ്മസൂത്രത്തിൽ അങ്ങനെയാ, 4 എണ്ണത്തിന് മാത്രം വലിയൊരു ഗ്രന്ഥമുണ്ട്. അത് ഏകദേശം ഇതിന്റെ ഒരു ചുരുക്കമായിട്ട് വരുന്ന അർത്ഥം. അപ്പൊ എന്താണ് ഇവിടെ പറയാൻ പോകുന്നത് എന്നാണ് ആദ്യത്തെ സൂത്രം. അത് യോഗാനുശാസനം. യോഗശാസ്ത്രം പറയാം. വിശദാംശം നമ്മൾ എടുത്തോളണം, പറയാം. അതെല്ലാം വേണ്ട. ഇനി രണ്ടാമത്തേതിൽ ഇതിന്റെ ഡെഫിനിഷൻ ആണ്. യോഗ, വാട്ട് ഈസ് യോഗ? ചിത്തവൃത്തി നിരോധ. ചിത്തവൃത്തി നിരോധമാണ് യോഗം. ആ യോഗം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? മൂന്നാമത്തെ സൂത്രം. തഥാ, അപ്പോൾ ദ്രഷ്ടുസ്വരൂപേ അവസ്ഥാനം, ദ്രഷ്ടാവിന്റെ സ്വരൂപത്തിൽ ഉറച്ചു നിൽക്കും. ബാക്കിയൊന്നുമില്ല, സ്വരൂപം മാത്രമേ കാണൂ. നാലാമത്തേത്, അങ്ങനെ അല്ലെങ്കിൽ, അതായത് ചിത്തവൃത്തികൾ നിരോധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താവും? ചിത്തവൃത്തികളുടെ രൂപമാണ് നമ്മൾ കാണുക, സ്വന്തം രൂപമല്ല. വൃത്തി സാരൂപ്യമാണ് കാണുക. ഏകദേശം ഒരു ഐഡിയ ആയോ? ഓക്കെ, അടുത്തത് നമുക്ക് അഖിലയുടെ ചോദ്യം നമുക്ക് കേൾക്കാം. അഖില അൺമ്യൂട്ട് ചെയ്തോളൂ. പറഞ്ഞോളൂ. മാഷേ, നമ്മള് വൃത്തി സാരൂപ്യം ഇതരത്ര എന്ന് പറയുന്ന 4-മത്തെ സൂത്രമല്ലേ? അതില് 4-മത്തെ സൂത്രത്തിൽ നമ്മൾ പറയുന്ന വെച്ചാല് എല്ലാ സമയങ്ങളിലും ദൃഷ്ടാവ്, അതായത് അതാത് വൃത്തികളുടെ സ്വരൂപത്തിലിരിക്കുന്നു എന്നല്ലേ പറയുന്നതിന്റെ? അത് സംബന്ധിച്ച് നമ്മൾ സമാധിയിലോട്ട് എത്തുമ്പോ എന്താ പറയാ, ആ ഒരു ഇതിലോട്ട് എത്തുന്ന ഒരു ഭാഗമാണോ അത് വരുന്നത്? സമാധിയിലെത്തുമ്പം അതിന് മുമ്പേ തീർക്കണം, സ്വരൂപാവസ്ഥ ഉണ്ടാവും. സമാധി ഇല്ലെങ്കിൽ എന്തായിരിക്കും? ഏതാണോ വൃത്തിയുള്ളത് ആ വൃത്തി ആയിട്ട് മാറും അവര്. ഞാൻ ഉദാഹരണം പറഞ്ഞത് അത് ആപ്റ്റ് അല്ലെങ്കിലും, നമുക്കിപ്പം നമ്മുടെ വൃത്തിനെ നമ്മൾ അടക്കിയില്ല എന്നിരിക്കാം. നമുക്ക് ദേഷ്യം വന്നു, അതൊരു വൃത്തിയാണ്. ആ ദേഷ്യത്തിനെ അടക്കിയില്ലെങ്കിൽ എന്താവും? നിങ്ങൾ ആ ദേഷ്യം അതുപോലെ. അപ്പൊ അങ്ങനെ സിമ്പിൾ ആയിട്ടും കൂടി എടുക്കണം ഇതിനെ, കാരണം നമുക്ക് ജീവിതത്തിന്റെ ഉപകാരം കൂടി വരണം. അതെ അതെ, ഏകദേശം ഒരു ഐഡിയ ആയല്ലോ. ഇനി ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് നമുക്ക് ധന്യയുടെ കേൾക്കാം. ധന്യ അൺമ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. സാർ, ഞാൻ ചോദിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ
മാഷിങ്ങനെ പറഞ്ഞില്ലായിരുന്നോ, യോഗ പതഞ്ജലി മഹർഷി അല്ല, അതിനു മുമ്പ് ഹിരണ്യഗർഭനാണ് ഇത് പറയുന്നത്. അപ്പൊ വേറൊരെണ്ണം കേട്ടാൽ ഇങ്ങനെ ശിവഭഗവാൻ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് യോഗ എന്നുള്ള ഒരു ഇതൂടെ അങ്ങനെ അങ്ങനെയും കേൾക്കുന്നുണ്ട്. അപ്പൊ അതാണോ ഏതാണോ ശരി എന്നുള്ളത്? അല്ല, ശിവസംഹിത എന്ന് പറഞ്ഞ പുസ്തകം ഉണ്ട്, ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, അത് ശിവസംഹിത ആണോ അങ്ങനെ പറയുന്നത്? അത് യോഗ അല്ലാണ്ട് യോഗ ശിവഭഗവാൻ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ്. ശിവസംഹിത അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ്. മറ്റ് വേറെ ശിവൻ ഉപദേശിക്കുന്ന അങ്ങനെ ഒരു കഥയൊന്നുമില്ല. ഈ ചില ഗ്രന്ഥങ്ങൾ അങ്ങനെയുണ്ട്. പിന്നെ ശിവനിൽ നിന്ന് എല്ലാറ്റിനും ഉത്ഭവം പറയുന്നുമുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ പ്രത്യക്ഷമായിട്ട് ഇപ്പം ഹിരണ്യഗർഭൻ എന്ന് പറയാൻ കാരണം ഒരാളെയെങ്കിലും പതഞ്ജലിയിൽ നിന്ന് വ്യത്യസ്തനായിട്ട് കാണിക്കണ്ടേ, എന്നാലല്ലേ പതഞ്ജലി അല്ല അതിന്റെ ഒരു ഉടമസ്ഥൻ എന്ന് പറയാൻ പറ്റൂ. അപ്പം അതിന് മുമ്പിൽ ഉണ്ടായ ഒരാളാണ് ഹിരണ്യഗർഭൻ. അദ്ദേഹമാണ് യോഗം പറഞ്ഞത് എന്ന് പല ദിക്കിലും പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പതഞ്ജലി ഇവിടെ ആദ്യമായിട്ട് കണ്ടുപിടിച്ച് പറയുന്നതല്ല, അനുശാസനമാണ്. നേരിട്ടുള്ള ശാസനമല്ല, അനുശാസനമാണ്. അനുശാസനം മീൻസ് റിപ്പീറ്റേഷനാണ്. വേറെ ആൾ പറഞ്ഞത് ഇദ്ദേഹം ക്രോഡീകരിച്ച് ഈ രൂപത്തിലാക്കി തന്നു. അതിന് ഈ വർക്കിന് മഹത്വമില്ല എന്നൊന്നും അതിന് അർത്ഥമില്ല. പക്ഷേ ഇദ്ദേഹം അതിൻ്റെ ഒരു സ്രഷ്ടാവായിട്ട് എടുക്കരുത് എന്ന് മാത്രമേ അർത്ഥം. അങ്ങനെ നമുക്കിപ്പോ അത്രയൊന്നും ഡീറ്റെയിൽ ഒന്നും ചിന്തിക്കണ്ട, എങ്കിലും നമ്മളത് ഒരു ചർച്ച വരുമ്പോ ഞാനങ്ങനെ മനസ്സിലാക്കി വെച്ചിരുന്നതേ. അതായത് ഈ ഹിരണ്യഗർഭനെ ഇപ്പോഴാണ് അറിഞ്ഞത്, മറ്റേത് ശിവഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് കരുതി വെച്ചിരുന്നത്. അതാണ് അങ്ങനെ. നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഒരു കഥയുണ്ട്. നമ്മുടെ പിന്നെ ആ താടിയുള്ള സ്വാമിയില്ലേ, അദ്ദേഹത്തിന് ഈശ ഇല്ലേ, ഈശ യോഗ, അദ്ദേഹത്തിന്റെ പേരെന്താണ് ഓർമ്മയില്ല, മനസ്സിലായില്ല. അതന്നെ, അദ്ദേഹം പറഞ്ഞ കഥയാണ് ഈ താങ്കൾ ഇപ്പൊ പറഞ്ഞത്. ശിവനാണ് ആദ്യം ഉപദേശിച്ചത്. 16 പേർക്കൊട്ട് ഉപദേശിച്ചു. അതില് അഗസ്ത്യൻ നമ്മളെ ഇങ്ങോട്ട് വന്നു. ഈ ഇത് കടന്നിട്ട് കേരളത്തിലേക്ക് വന്നത് അഗസ്ത്യനാണ്. അപ്പോൾ അഗസ്ത്യനാണ് കേരളത്തിൽ പ്രചരിപ്പിച്ചത് എന്നൊക്കെയുള്ള കഥ അദ്ദേഹം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. ആയിക്കോട്ടെ, അതായാലും നമുക്ക് വിരോധമൊന്നുമില്ല. ഇതിന് അത് വിരുദ്ധമല്ല. കാരണം പതഞ്ജലിക്ക് മുമ്പേ വേറെ ആളാണ്, ഉറപ്പാ. അത്ര. അപ്പൊ നമുക്ക് അടുത്ത ആളെ വിളിക്കാം. രതീഷ് ചോദിച്ചോളൂ കേട്ടോ. പറഞ്ഞു. രതീഷ് കാക്കനാടാ? അല്ല, കാക്കനാട്. അൺമ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. പറഞ്ഞോളൂ. നമസ്കാരം മാഷെ. മാഷെ, നാലാമത്തെ സൂത്രം പറഞ്ഞപ്പോഴേ ആ കാന്തത്തിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ കാന്തം ഇതില് എന്താണ് ഒരു സംസ്കൃത ശ്ലോകം കൂടി പറഞ്ഞിട്ടാണ് അത് പറഞ്ഞത്. കാന്തം അടുത്തു വെച്ചാണ് അയസ്കാന്തമണികൽപ്പം സന്നിധി മാത്ര ഉപകാരി. അതാണ് ഈ വ്യാസം പറയുന്നത്. അയസ്കാന്തമണി പോലെ മണികൽപ്പം, അതുപോലെ കൽപ്പിക്കണം. എങ്ങനെയാണ്? സന്നിധി മാത്ര ഉപകാരി. സന്നിധി എന്ന് പറഞ്ഞാല് അടുത്ത്, സാന്നിധ്യം അടുത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഉപകാരിയായിട്ട് വരുള്ളൂ. അങ്ങനെ ഈ പിന്നെ ഇതിന് ബുദ്ധിയുടെ അടുത്ത് എത്തിയാൽ മാത്രമേ മറ്റേ ആൾക്ക് ഇത് അനുഭവിക്കാൻ പറ്റുള്ളൂ. ആർക്ക്? ഉള്ളിലുള്ള ആൾക്ക്. ബുദ്ധിയിലേക്കാണ് ഇത് മുഴുവനും വന്നിട്ട് എല്ലാ അറിവും വന്നു ചേരുന്നത് അവിടെയാണ്. അതിലെത്തിയത് മാത്രമേ അദ്ദേഹം അനുഭവിക്കുള്ളൂ. പുരുഷൻ വൃത്തികളൊന്നും എടുക്കൂല. അങ്ങനെ ഏകദേശം അങ്ങനെയാണ്. ഇതുണ്ടല്ലോ, എന്താണ് മറ്റേ ഇതിലെ ചില ഉപനിഷത്തുകളിലെല്ലാം ഇത് വേറൊരു തരത്തിലൊക്കെ കൊടുക്കും. പക്ഷെ താല്പര്യം എന്താ വെച്ചാല്
നമ്മൾ പുറത്തുള്ള എല്ലാ വസ്തുക്കളും വന്നാൽ ആത്മാവ് കാണില്ല വെച്ചാൽ അതൊന്നുമില്ല. അത് ഈ കുടുക്കിൽ പെട്ടു, നമ്മുടെ ശരീരമാകുന്ന ഈ ഇതിൽ പെട്ട് ഇതോട് താതാത്മ്യം പ്രാപിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ ബുദ്ധിയിൽ വരുന്ന അറിവ്, ഖ്യാതി, അതിനെ അത് അനുഭവിക്കും. അത് അതിൻ്റെ സ്വം. അത് സ്വത്താണ്, ഇയാൾ സ്വാമിയാണ്. അത് ഭോക്തൃ, ഇത് ഇയാൾ ഭോക്താവ്. അങ്ങനെ ഭോഗം, ഭോക്താവ്. അടുത്തത് നമുക്ക് ഗിരിജ കുമാരി അൺമ്യൂട്ട്. സർ, എനിക്കൊരു സംശയം വന്നത്, പറഞ്ഞു. ആദ്യത്തെ യോഗസൂത്രയില് അഥ യോഗ അനുശാസനം, അതില് ഞാൻ ഇതുവരെ പഠിച്ചിട്ടുള്ളതും പറഞ്ഞു കൊടുത്തിട്ടുള്ളതും, അനുശാസനം എന്ന് വെച്ചാൽ ഒരു ഡിസിപ്ലിൻ ആണ്, ഒരു അച്ചടക്കമാണ് യോഗ. റൂൾ, ശാസനം എന്ന് വെച്ചാൽ അതൊരു നിയമം, റൂൾ. അനുശാസനം എന്ന് വെച്ചാൽ അത് ഒരു അച്ചടക്കം, ഒരു ഡിസിപ്ലിൻ. അങ്ങനെയാണ് ഞാൻ പഠിച്ചതും പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് നേരത്തെ പറഞ്ഞ ഒരു സാധനത്തെ രണ്ടാമത്തെ ഒരാൾ പറയുന്നതായിട്ടാണ് തോന്നിയത്. അതെ അതെ, അങ്ങനെയാണ്. ഇതാണ് ശരി എന്ന് പറഞ്ഞാൽ ശാസ്ത്രപ്രകാരം ശരി. അത്ര അറിയാൻ പറ്റും. അതായത് പിന്നെ ഇദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. അനുശാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശാസനം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അത് പക്ഷെ അനുശാസനമാണ്. ഇദ്ദേഹം ആദ്യമായിട്ട് പറയുന്നതല്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ അറിവ്. അതായത് വ്യാസൻ പറയുന്നതും അങ്ങനെയാണ്, മാറ്റമില്ല. അനുശാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീടോൾഡ് എന്നൊക്കെ പറയുന്നില്ലേ. അടുത്തത് നമുക്ക് ഡിജോയുടെ സംശയം കേൾക്കാം. നമസ്കാരം, കേൾക്കുന്നുണ്ടോ? എനിക്കൊരു സംശയമുള്ളത്, നമുക്ക് ചിത്തവൃത്തി നിരോധ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ നിരോധം എന്നത് അർത്ഥാക്കുന്നത് സ്റ്റോപ്പ് എന്നാണോ, എന്നാണോ, അതോ ശുദ്ധീകരണമാണോ, സബ്ലിമേഷൻ ആണോ? ശുദ്ധീകരണമല്ല, സ്റ്റോപ്പ്. ശുദ്ധീകരണം വേറെ വരുന്നുണ്ട്. ഇനിയിപ്പോ ഇന്ന് തുടങ്ങേണ്ടതാണ്, നാളെ തുടങ്ങേണ്ടതാണ് ശുദ്ധീകരണം. പിന്നെ ഇതിന്റെ ഈ നമ്മുടെ അഷ്ടാംഗ യോഗത്തിന്റെ ഇത് തുടങ്ങുമ്പം യോഗാംഗാനുഷ്ഠാനാത് അശുദ്ധിക്ഷയേ, അവിടെ അശുദ്ധീകരണം, അശുദ്ധിക്ഷയം എന്ന് പറയുന്നത്. അപ്പൊ ഇത് അശുദ്ധിക്ഷയം അല്ലേന്ന് ചോദിച്ചാല്, ഈ വൃത്തിയെ ഒരു അശുദ്ധിയായിട്ട് എടുത്താൽ അശുദ്ധിക്ഷയം എന്ന് പറയാൻ വേണമെങ്കിൽ, പക്ഷെ വാസ്തവത്തിൽ ആ ഒരു പിന്നെ എന്താ വൃത്തിയെ വേണ്ടാന്ന് നോക്കുക, കളയുക തന്നെ അർത്ഥം. അതുകൊണ്ട് ശുദ്ധി ഉണ്ടാവും. അത് താങ്കൾ പറയുന്നത് ഞാൻ യോജിക്കാം. പക്ഷെ ശുദ്ധി, ഈ നിരോധം എന്ന് പറഞ്ഞാൽ ശുദ്ധി ഉണ്ടാവില്ല. നിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കളയലാണ്. അതുകൊണ്ട് ശുദ്ധി ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല, ശുദ്ധി ഉണ്ടാവും. കാരണം ആവശ്യമില്ലാത്തത് പോകുമ്പോഴല്ലേ ശുദ്ധി ഉണ്ടാവുക. അപ്പോൾ ചിത്തത്തിലെ വൃത്തികൾ ആവശ്യമില്ലാത്ത വസ്തുക്കളാണ്, അതിനെ നിരോധിക്കുക. ഈ കളയെന്ന് പറഞ്ഞാൽ തടഞ്ഞു വെക്കുക എന്ന് തന്നെ അർത്ഥം. തടഞ്ഞു വെക്കുകയാണ്. എൻ്റെ ഇതിലേക്ക് വരണ്ട, ഞാനിപ്പോൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്, ഞാൻ ഭഗവാനിൽ തന്നെ വരച്ചിരിക്കുകയാണ്, നീ ഇങ്ങോട്ട് വരണ്ട. നിരോധിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, തടസ്സപ്പെടുത്തുക. സ്റ്റോപ്പ്, നീ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് അതിനെ അകറ്റിക്കളയുക. അതാണ് നിരോധം. യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോത്തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിരാനതോസ്മി.